കൊള്ളാം പടം കൊള്ളാം. നൈസാണ്, പക്ഷേ അത് പടം ഭയങ്കര ലാഗാണ്. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. അതിനകത്ത് നായകനായിട്ട് വെച്ച് വിജയകുമാറിൻ്റെ കിഡിലൻ പെർഫോമൻസാണ്. പിന്നെ ക്യാമറ, എഡിറ്റിങ്, ഡയറക്ഷൻ ഇതെല്ലാം കിഡിലുമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വയലൻസ് ഉണ്ട്. ദൈവം ഇത് വയലൻസ് ഇഷ്ടമില്ലാത്തൊരാരും ദൈവം ഈ പടത്തിന് പോകാതിരിക്കുക. നല്ല വയലൻസ്, അമ്മാതിരി വയലൻസ് ഉണ്ട്. ഫൈറ്റൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ആക്ടർ വിജയകുമാറിൻ്റെ കാര്യങ്ങളുണ്ട്. ആൾ ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ടാണ് പടം ചെയ്തു വെച്ചത്. പിന്നെ ലൊക്കേഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആയതുകൊണ്ട് മസ്റ്റായിട്ടും വന്ന് കണ്ടത് ഈ പടം ലൊക്കേഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വയലൻസ് ആണ് പടം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളെ ഇഷ്ടം പോയി കാണാതിരിക്കുക ഉള്ളൂ. ആൾക്ക് വലിയ പെർഫോമൻസ് ഇല്ല, ആകെ കുറച്ച് സീൻസേ ഉള്ളൂ. ആൾ വന്ന സീൻസൊക്കെ പൊളിയാണ്. ലവ് സീനൊക്കെ ഭയങ്കര സീനാണ്, രസമുണ്ട് കാണാൻ. നല്ല കിഡിലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ലോക്കേഷ് സ്ഥിരം ചെയ്യുന്നത് ലോക്കേഷിൻ്റെ പ്രൊഡക്ഷനും തമ്മിൽ ഡയറക്ഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ലോക്കേഷിൻ്റെ പടമല്ല, ലോക്കേഷൻ പ്രൊഡക്ഷൻ ചെയ്തേ ഉള്ളൂ. പക്ഷെ ആളുടെ പടം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഡയറക്ഷൻ ചെയ്തതാണ്, ആളുടെ പടമാണ്. പക്ഷേ പ്രൊഡക്ഷൻ സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ മാസ് വയലൻസ് പ്രതീക്ഷിക്കാം. അങ്കമാലി ഡയറീസ് തമിഴ് കണ്ടതിൻ്റെ ഒരു വൗ ഫാക്ടറാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഇത് വിജയകുമാറിൻ്റെ സെൻട്രൽ ക്യാരക്ടർ നൂറിയടി എന്ന് പറഞ്ഞ തമിഴിലെ സൂപ്പർ ഹിറ്റ് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഹീറോ ആണ് ചെയ്തേക്കുന്നത്. ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. പടത്തിൽ പിടിച്ചിരുത്തിയേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഗോവിന്ദ് മ്യൂസിക്കാണ്. അടിപ്പടം ഇഷ്ടമുള്ളവർ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ലോ ഫേസ്ഡ് ആക്ഷൻ മൂവീസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ് ഫൈറ്റ് ക്ലബ്ബ്. ലോകേഷിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ വരുന്നത്. ലോകേഷിനെ ആ ഒരു പാറ്റേൺ സ്റ്റൈലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഫൈറ്റ് ക്ലബ്ബ് എന്നുള്ള ആ പേരിൽ കിട്ടാനുള്ള അടികൾ അത് നമ്മൾ പിടിച്ചിരുത്താൻ പറ്റും. ഒരുപാട് സീക്വൻസ്, ഒരു ബസ്സിൽ വെച്ചുള്ള സീനുണ്ട്, തിയേറ്ററിൽ വെച്ച സീനുണ്ട്. അതൊക്കെ നല്ല സ്പിരിറ്റ് ഇരുന്ന സാധനമാണ്. നല്ല പടം. ഇതിൽ ശങ്കർദാസ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. പുള്ളിയുടെ പെർഫോമൻസാണ് പടത്തിൽ. സൂപ്പർ പടം. ലോകേഷ് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഫൈറ്റ് ക്ലബ്ബ് ലോഞ്ച് ചെയ്തത്. അപ്പം അത് തന്നെ ഒരു നല്ല എക്സ്പെക്റ്റേഷനോടെ കൂടെ പോയി കണ്ടതാണ്. ഡിസപ്പോയിൻറ്റഡ് അല്ല, പടം കുഴപ്പമില്ല, രസമുണ്ട്. ആക്ഷൻ സീക്വൻസുകളും അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വിജയകുമാർ എന്ന് തോന്നുന്നു പുതിയ ആർട്ടിസ്റ്റിൻ്റെ പേര്. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ മലയാളി ആക്ട്രസ് മോനിഷ ഉണ്ട്. അവരുടെ കോമ്പിനേഷൻസൊക്കെ രസമുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഭയങ്കര റോയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ചെന്നൈയിലുള്ള പൊളിറ്റിക്കൽ ഫ്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വടച്ചെന്നൈ എന്നുള്ള മൂവി കണ്ടില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ കോളേജ് സീൻസും കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്പെഷ്യലി അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ കാണാൻ പറ്റിയൊരു മൂവിയാണ്. വയലൻസ് മാത്രമല്ല, വയലൻസിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഒരു റീസൺ ഉണ്ടാവുമല്ലോ ഡെഫിനറ്റായിട്ട്. അപ്പോൾ അതാണ് സ്റ്റോറിയുടെ ഒരു ക്രിയേറ്റീവ് ലൈൻ. പിന്നെ റിവെഞ്ച് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം അതൊക്കെയാണ് ബേസിക്കലി ഡിസ്കസ്. ലോകേഷ് പ്രൊഡക്ഷൻ അല്ലല്ലോ, ലോകേഷ് പ്രസൻസ് ആണ്. അത് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ലൈക്ക് അവർക്ക് ആ പടം ഇഷ്ടപ്പെട്ടു, ബ്രിങ്ങിങ് ഇറ്റ് ടു ദ പബ്ലിക് എന്നുള്ളൊരു അതാണ് തോന്നുന്നത് കേട്ടോ അതിൻ്റെ ഒരു മീനിങ്. ഐ ഡോണ്ട് നോ, പ്രൊഡക്ഷൻ അല്ലാന്ന് തോന്നുന്നു. ലോകേഷ് പ്രസൻസ് ആണ്. ലോകേഷിൻ്റെ ലോകേഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പം അങ്ങനെ പാറ്റേൺ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന് വയലൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഓവറോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ഒരു കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുക. പക്ഷേ ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയലൻസിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ദോഷവശങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ മൂവിയിലൂടെ നമുക്ക് ഒരു എൻഡിൽ അറിയാൻ പറ്റും. അതുപോലെ ഒരാൾക്കുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ മേക്കിങ്, എഡിറ്റിങ്, സോങ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചെന്ന് തന്നെ പറയാം. നല്ലൊരു മൂവിയാണ്. നല്ല രസമുണ്ടായി. അതിൻ്റെ ഫൈറ്റ് സീൻസും വീഡിയോഗ്രാഫി അതൊക്കെ ഭയങ്കര രസമായി കാണാൻ. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പകുതി ആനുവൽ
കുറച്ച് സുബ്രഹ്മണ്യപുരം. തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് ഒരു ചരിത്രം ഉണ്ടാക്കിയ ഒരു പടമാണ് സുബ്രഹ്മണ്യപുരം. ആ സുബ്രഹ്മണ്യപുരത്തിൽ വന്ന് അന്ന് ആ കാലഘട്ടത്തിൽ വന്ന അന്നത്തെ സിനിമയ്ക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് ശശികുമാറിനെ പോലെയുള്ള ഒരുപാട് നടന്മാരെ എല്ലാം നമുക്ക് ഈ തമിഴ് ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഈ പടത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് താരങ്ങൾ, ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സംവിധായകൻ്റെ മികവാണ്. അതിന് എഡിറ്റിങ്ങിലും സംവിധാനത്തിലും അദ്ദേഹം കാണിച്ച ബാക്ക്ഗ്രൗണ്ടിലെല്ലാം അദ്ദേഹം കാണിച്ച ആ മികവെന്ന് എടുത്ത് പറയാൻ പറ്റും. ഇതിനകത്ത് വയലൻസ് ഉണ്ടെങ്കിൽ പോലും അമിതമായിട്ട് ചോര ഒഴുക്കാതെ വയലൻസ് ചിത്രീകരിക്കാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം പോലെ എന്നെ സംബന്ധിച്ച് പറയുകയും എൻ്റെ ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ ഒരുപാട് കൂട്ടിയ നിമിഷങ്ങളുണ്ടായിട്ടു. ഇതിലെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ നാളെ തമിഴ് സിനിമയ്ക്ക് നല്ലൊരു പ്രതീക്ഷ പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം നടന്നേക്കുന്നത്. ഏതായാലും വയലൻസ് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഈ പടം നന്നായിരിക്കും. അത് തമിഴ്നാട്ടിൽ ഈ പടം നല്ല രീതിയിൽ ഓടാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ ഈ സിനിമ തമിഴ്നാട്ടിൽ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.